ദുരന്തമുഖത്തുള്ള സന്നദ്ധ സംഘടനാ പ്രവർത്തകരുടെ സേവന മനോഭാവത്തെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഈ മേഖലയിൽ ഒരുപാട് പേരെ കാണാൻ സാധിച്ചു. SYSന്റെ സാന്ത്വനം സംഘടനയുടെ ജില്ലാ കോർഡിനേറ്റർ ഷമീർ ഉൾപ്പെടെയുള്ള ചിലർ എന്നോടൊപ്പം ഉണ്ട്. അവരുടെ അനുഭവങ്ങളെക്കുറിച്ച് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. എത്ര ദിവസമായി ഈ മേഖലയിൽ? ഇന്നൊക്കെ മൂന്നാമത്തെ ദിവസമാണ് ഇന്നിവിടെ എത്തുന്നത്. ഈ സംഭവം നടന്ന അന്ന് 2 മണിക്കാണ് നമ്മൾ എമർജൻസി ഗ്രൂപ്പ്, വയനാട് ജില്ലയുടെ റെസ്ക്യൂ ടീമിൻ്റെ എമർജൻസി ഗ്രൂപ്പുണ്ട്, സർക്കാരിൻ്റെ IIGയുടെ നേതൃത്വത്തിലുള്ളതാണ്. ആ ഗ്രൂപ്പിൽ വിഷയം വരികയും 2-3 ആളുകൾ നേരിട്ട് വിളിക്കുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ റെസ്ക്യൂ ടീമിൻ്റെ ഗ്രൂപ്പിൽ അറിയിക്കുകയും ഫോൺ ചെയ്യും അത്യാവശ്യം കിട്ടുന്ന ആളുകളെ മാത്രം കൂട്ടി 2:45-3 മണിയാകുമ്പോഴത്തേനും ഇവിടേക്ക് എത്തുകയാണ് ചെയ്തത്. ഇവിടെ എത്തിക്കഴിഞ്ഞ സമയത്ത് സംഗതി ഏത് റൂട്ടാണെന്നൊന്നും അറിയില്ല, വെളിച്ചമില്ല, ഒരു സംഭവമില്ല. കളക്ടർ വണ്ടി വരുന്നുണ്ട്, അതുപോലെ MLAൻ്റെ വണ്ടി വരുന്നുണ്ട്, പോലീസ് സംവിധാനങ്ങൾ ഉള്ള വണ്ടികൾ വരുന്നുണ്ട്. അവർ കൂടുതൽ വന്നു. ഈ ചുരമലയിൽ നിന്ന് ടൗണിനെ കാണുന്നില്ല, പള്ളിൻ്റെ അവിടുന്ന് മുകളിലോട്ടുള്ള റോഡിന് നടന്ന് അതിൽ പോയിട്ട് ഉള്ള ആളുകളെ JCB മാത്രം റോഡ് റെഡിയാക്കി തന്നു. അതിൽ നടന്നിട്ട് ആ റോഡിന് നേരെ കയറി ജീവിച്ചിരിക്കുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യത്തിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ് ചെയ്തത്. ഉള്ള വെളിച്ചത്തിൽ മൊബൈലിലും ഹെഡ്ലൈറ്റും വെച്ചിട്ട് നടന്ന് മരത്തിൻ്റെ മുകളിലേക്ക് കവർ ചെയ്ത് വീടിലേക്ക് കയറി കൂക്കി വിളിച്ച് പോയപ്പോഴാണ് ഒരു വീട്ടിൽ നിന്ന് ഒരു അമ്മച്ചി ഞങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ജനലിൻ്റെ കൂടെ കൈകൊണ്ട് മൊബൈലിൽ ടോർച്ച് അടിച്ച് ഇങ്ങനെ കാണിച്ചു. അതിൽ ഉടനെ തന്നെ ഞങ്ങൾ അവിടെ നിന്നുള്ള നിങ്ങൾ സുരക്ഷിതരാണ്, കുഴപ്പമില്ല, രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു. താഴെ നിന്ന് ഒരാളെ തോളിൽ ചവിട്ടിയിട്ട് മുകളിലേക്ക് കയറാൻ ശ്രമിച്ചവർ പറഞ്ഞു, നിങ്ങൾ താഴത്തെ വാതിൽ ചവിട്ടിക്കോളും, പൊളിഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾ ചവിട്ടിയിട്ട് അത് മുകളിലോട്ട് കയറിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വാതിൽ ചവിട്ടി തുറന്നു, മുകളിലേക്ക് മുകളിൽ കയറിയപ്പോൾ അവരമ്മച്ചിയും അപ്പച്ചനും 2 പേരാണുള്ളത്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കൂടെ നിന്ന് പറഞ്ഞു. അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തു, അവരെ കൈ പിടിച്ചു, നേരെ പുറത്ത് കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് കാണുന്ന ആ മരൻ്റെ മുകളിലേക്ക് കയറി ആ മലിൻ്റെ മുകളിൽ നിന്ന് ഞങ്ങൾ ഫയറിനെ ഇവിടുന്ന് അവിടുന്ന് കൂക്കി പിടിച്ചു. അവർ നേരെ ഇവിടുന്ന് ലൈറ്റ് അടിച്ച് വന്നിട്ട് താഴേക്ക് വന്നിട്ട് അവരെ വണ്ടിയിൽ കയറ്റി അവരെ അനിയൻ്റെ വീട്ടിലേക്ക് മേപ്പാടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്തത്. പിന്നീട് രക്ഷപ്പെടുത്താനുള്ള ആളുകൾ ആ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് നേരെ അക്കരെ കാണുന്ന ഭാഗത്ത് ചളിയിൽ പൊതിഞ്ഞ് കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ഫയർഫോഴ്സിൻ്റെ ടീമും പോലീസും വന്നിട്ട് അങ്ങോട്ടേക്ക് നമുക്ക് വടം കെട്ടി തന്നു. വടം കെട്ടി അക്കരെ ചെന്നിട്ടാണ് പല ആളുകളെയും രക്ഷപ്പെടുത്തിയത്. അതിനുശേഷം കുറച്ച് വെളിച്ചം വെച്ച് ഒരു 5 മണി 5:30 കുറച്ച് വെളിച്ചം വെച്ചപ്പോഴാണ് സ്കൂളിൻ്റെ മുമ്പ് തൊട്ട് താഴെ വന്ന് കളിക്കുന്ന റോഡ് കണക്കിന് മരങ്ങളും സംവിധാനം കാണുന്നത്. അതിൻ്റെ അടിയിൽ നിന്ന് മരം കട്ട് ചെയ്തിട്ടും വടം വെച്ച് വലിച്ചും പുറത്തെടുത്തപ്പം 3 ബോഡി അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടി. അതിൻ്റെ അടിയിൽ ആ സ്കൂളിന് തൊട്ടടുത്തുള്ള ഭാഗത്ത് ക്വാർട്ടേഴ്സാണ്. ആ ക്വാർട്ടേഴ്സിൽ ഏകദേശം 14ഓളം ആളുകളുണ്ടെന്നാണ് പറയുന്നത്. അത് അവിടെ തങ്ങിയിട്ടുണ്ടോ പുറത്ത് പോയിട്ടുണ്ടോ എന്ന് അവർക്കറിയില്ല. എന്നാലും അവിടുന്ന് 3 ബോഡി കിട്ടി. പക്ഷേ കൂമ്പാരമായി കിടക്കുന്ന മരം നീക്കിയാൽ ഇനി എത്ര ബോഡി അതിൻ്റെ ഉള്ളിലെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. തൊട്ടപ്പുറത്ത് നമ്മൾ വളണ്ടിയേഴ്സിൻ്റെ ടീം നേരെ കുറച്ച് മുകളിൽ ചെന്നപ്പോൾ ഒരു വീട്ടിൽ തകർന്നു കിടക്കുന്ന സ്ലാബിൻ്റെ തൊട്ട് എത്തി കൂക്കി വിളിച്ചപ്പോൾ ഒരു കുട്ടീൻ്റെ കൈയിൻ്റെ വിരലിങ്ങനെ അനങ്ങുന്നതും തല മുകളിലേക്ക് കുട്ടി ഇങ്ങനെ കാട്ടുന്നത് കണ്ടപ്പോൾ ഉടൻ തന്നെ നമ്മൾ പിടിച്ചു, കുട്ടീനെ വലിച്ചെടുത്തു. അതിൻ്റെ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടു. അവിടെ നിന്ന് ഒരു മെമൻറ്റോ കിട്ടി, ആയിഷ എന്ന് പറഞ്ഞ കുട്ടീൻ്റെ ഒരു മെമൻറ്റോ കിട്ടി. അപ്പോൾ നമുക്ക് സാധ്യത ഉണ്ട് ആ കുട്ടിയും കൂടി അവിടെ ഉണ്ടെന്ന് തോന്നി. അന്ന് വൈകുന്നേരം വരെ അവിടെ തെരച്ചിൽ നടത്തി. അങ്ങനെ ഇവിടുന്ന് 6-7 ബോഡി മയ്യത്തുകൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഫുള്ള് നമ്മുടെ ഏകദേശം 120ഓളം വളണ്ടിയേഴ്സിൻ്റെ സേവനം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാവിലെ നമ്മൾ വില്ലേജ് റോഡിൽ അങ്ങോട്ട് ചെന്നപ്പോൾ ആ ഭാഗത്ത് ആളുകൾ കൂടുതൽ എത്തിയിട്ടില്ല. അവിടെ നിന്നാണ് ഫസ്റ്റത്തെ ദിവസം തന്നെ 32 ബോഡി കിട്ടിയത്. ആ ഭാഗത്ത് മരങ്ങൾ ഇവിടുന്ന് വന്ന എല്ലാ സംഭവങ്ങളും അങ്ങോട്ടേക്കാണ് വന്നടിഞ്ഞിട്ടുള്ളത്. മരങ്ങളും ഇവിടുന്ന് വന്ന എല്ലാ സംഭവങ്ങളും അവിടെ അല്ല, ഒരു സർക്കിളാണ്, അതിൽ വന്ന് അടിഞ്ഞ് കയറിയിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ തെരച്ചിൽ നടത്തിയ സമയത്ത് ലൈവായിട്ട് കാഴ്ച തന്നെ ബോഡികൾ കിട്ടുകയാണ്. ഒന്നും മാറ്റിലൊന്നുമില്ല ഫസ്റ്റത്തെ ദിവസം. അന്ന് ഇന്നലെ രാവിലെ ഞങ്ങൾ ചെന്നത് ഒരു 7:15 ഞങ്ങൾ എത്തിയപ്പോഴും കുറച്ച് മരങ്ങൾ ഇങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ തന്നെ ഇങ്ങനെ കൈ തൂങ്ങിയിട്ട് കിടക്കുന്നുണ്ട്. അവിടുന്ന് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ അവിടുന്ന് സ്ട്രക്ചർ എടുത്തു. അപ്പോൾ അങ്ങോട്ടേക്ക് വണ്ടിയോ സംവിധാനങ്ങളൊന്നും അപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. പിന്നീടാണ് മറ്റു ജീപ്പ് സംവിധാനങ്ങളൊക്കെ 3 ബോഡി എടുത്തതിന് ശേഷം ജീപ്പ് സംവിധാനങ്ങൾ വന്നത്. ആ ബോഡി എടുത്തിട്ട് നമ്മൾ സ്ട്രക്ചറിൽ അവിടെ നിന്ന് നടന്ന് തന്നെ സിംഗിൾ ആൾക്ക് കിടക്കാൻ പറ്റുള്ളൂ. 2 ആൾ വെഹിക്കിളും ഫ്രണ്ടിലുമായിട്ട് ഓരോരുത്തർ നിന്നുകൊണ്ടാണ് ബോഡി പുറത്തേക്ക് കൊണ്ടുവന്ന് ആംബുലൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. പിന്നെ ഒരു 11-11:30 ആയപ്പോഴാണ് കൺട്രോൾ റൂമിൽ വിഷയങ്ങൾ അറിയിച്ചപ്പോൾ കൂടുതൽ ആളുകൾ വന്ന് ഇറ്റാച്ച് വന്നു. അതിനുശേഷം 9 ബോഡി ഇന്നലെ തന്നെ ആ ഭാഗത്ത് നിന്ന് കിട്ടിയ ഒരു കുട്ടീൻ്റെ അടക്കം കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ മണ്ണിലിറങ്ങിയിട്ടാണ് സന്നദ്ധ സംഘടനകളെല്ലാം, എല്ലാ സന്നദ്ധ സംഘടനകളും ആരും മാറ്റി നിർത്തേണ്ട, എല്ലാവരും ഒരേ ഇതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനം. പുത്തുമല സംഭവം നടന്നപ്പോഴും ഇതേ സേവനം തന്നെ എല്ലാവരും 14 ദിവസം അവസാനം കളക്ടറും റവന്യൂ വകുപ്പും നിർത്താൻ പറയുന്നത് വരെ സേവനം ചെയ്യുകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാവരും ഒത്തൊരുമയോട് കൂടി നിൽക്കുന്നതുകൊണ്ട് വയനാടിൻ്റെ റെസ്ക്യൂ ടീം തന്നെ
ജില്ലയിലെ എല്ലാ ദുരന്ത മേഖലകളിലും പ്രവർത്തിക്കുന്ന IHയുടെ നേതൃത്വത്തിൽ തന്നെ, സർക്കാർ നേതൃത്വത്തിൽ തന്നെ ഇത്തരത്തിലുള്ള സഹഭാരതി അടക്കം, അതുപോലെ വൈറ്റ് കാർഡ് അടക്കം, ഡിവൈഎഫിൻ്റെ മറ്റ് സംഘടനകളൊക്കെ എല്ലാവരും സജീവമായിട്ട് ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് കഴിയുന്ന പ്രവൃത്തി ഞങ്ങൾ കൂടെ നിന്ന്, സർക്കാരിൻ്റെ കൂടെ നിന്ന് ചെയ്യുന്നുണ്ട്. പുത്തുമല പുനരധിവാസം പോലെ ചിലപ്പോൾ എത്രത്തോളം എളുപ്പമായിക്കൊള്ളണമെന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാരണം എത്രയും വലിയ ദുരന്തം തന്നെയാണ്. കുറച്ചൊന്നുമല്ല, 100-200 അടുത്ത് കുടുംബങ്ങൾ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇന്നലെ വൈകിട്ടാണ് ന്യൂസ് വന്നത്. എൻ്റെ 28 ആളുകളുടെ എൻ്റെ കുടുംബത്തിൽപ്പെട്ട 2 പേരെ കിട്ടിയുള്ളൂ എന്നൊരു ഫാമിലി സമീപിക്കേണ്ടായത് കൺട്രോൾ റൂമിൽ. ആ രീതിയിലേക്ക് പത്രത്തിൽ നിന്ന് ന്യൂസും കണ്ടു. 26 എനിക്ക് കാണാനുണ്ട്. എത്ര ആളുകളെ എവിടെയൊക്കെയാണെന്നുള്ളത് ഇപ്പോഴും സ്ഥിരപ്പെടുത്താൻ, ഉറപ്പുവരുത്താൻ ഇതുവരും ഭരണകൂടത്തിന് സംവിധാനത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം കൃത്യമായിട്ട് കണക്കുകൾ വരുന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളൂ. ഇന്നും കണ്ടില്ലേ, ബോഡി കിട്ടിക്കൊണ്ടിരിക്കുന്നു, പാർട്സ് കിട്ടിക്കൊണ്ടിരിക്കുന്നു, നിലമ്പൂർന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ ദുരന്തം ഈ വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇനി പുനരധിവാസം തന്നെ വലിയൊരു വെല്ലുവിളിയായിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തായാലും ഇത്തരം ദുരന്തങ്ങൾ ഇനി ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ അല്ലേ? യെസ്, അതിനുള്ള മുന്നൊരുക്കങ്ങൾ ജില്ലാ ഭരണകൂടം സ്വീകരിക്കട്ടെ. സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റും ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റൊക്കെ ഒരുമിച്ച് നിന്നാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പം ആളുകൾ നേതാക്കളൊക്കെ വരുമ്പോൾ വലിയ പ്രതീക്ഷകളുണ്ട്. ഈ വയനാടിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു പരിഹാരം, ഇവിടെയുള്ള ആളുകളെ ഒക്കെ തോട്ടം തൊഴിലാളികളാണ്. അതായത് ഒരു ഹൈ ഫാമിലി അല്ലല്ലോ. സാധാരണ ഈ ചായത്തോട്ടത്തിൽ ചപ്പുനുള്ളി ഉണ്ടാക്കിയ കഷ്ടപ്പെടുന്ന ഒരുപാട് പാവപ്പെട്ടവർ, അവർക്കൊരു പരിഹാരം എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ. മറ്റ് ജാതിമത ഭേദമന്യേ മുഴുവൻ നേതാക്കളും അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കട്ടെ. സർക്കാരിൻ്റെയും സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ് കൂടെ ഒരുമിച്ച് നിൽക്കട്ടെ. പ്രവൃത്തി പെട്ടെന്ന് തന്നെ പുനരധിവാസവും കാര്യങ്ങളും നടക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ നമുക്കുള്ളൂ. കൊടിയുടെ നിറം നോക്കാതെ, ജാതി മത വർഗ വർണ്ണം നോക്കാതെയുള്ള നിസ്വാർത്ഥമായിട്ടുള്ള സേവനം, എന്തായാലും SYSൻ്റെ പ്രവർത്തനം ശ്ലാഘനീയമാണ്, മഹനീയമാണ്.